ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മലറിന് കമ്പനിയിൽ വെച്ച് തന്നെ ചോറ് വാരി കൊടുക്കുകയാണ് സിദ്ധു. വളരെ സ്നേഹത്തോടു കൂടിയാണ് സിദ്ധു ചോറ് വാരി കൊടുക്കുന്നത്. അപ്പോൾ മലർ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, സിദ്ധു നീയും അമ്മ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നേ? അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, കല്യാണം കഴിക്കൂടാ, ഉടനെ തന്നെ ഉണ്ട്, പക്ഷേ എപ്പോഴാണെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്ക്, അപ്പോഴല്ലേ നിനക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രിക ഓടിപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടതും സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും സംസാരിക്കുന്നത്? അപ്പോൾ മലര് ശബ്ദം താഴ്ത്തിയിട്ട് സിദ്ധുവിനോട് പറയാണ്, സിദ്ധു ഞാൻ എന്താ പറഞ്ഞതെന്ന് അമ്മയോട് പറയണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, സിദ്ധു സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ അമ്മയോട് പറയരുതെന്ന് പറഞ്ഞത്? അപ്പോൾ സിദ്ധു തമാശയായിട്ട് പറയുന്നുണ്ട്, ഏയ് അത് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ, ഞങ്ങൾ രണ്ടുപേരും ഒരു സീക്രട്ട് പറഞ്ഞതാണ്. സിദ്ധു വീണ്ടും മലരിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, എനിക്ക് മതി, ഞാൻ പോവാണ്. അപ്പോൾ സിദ്ധു പറയാണ്, കുറച്ചല്ലടാ കഴിച്ചിട്ടുള്ളൂ, അത് സാരില്ല, എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് മലർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ചന്ദ്രികയോട് കളിക്കാൻ പോയിക്കോട്ടെ എന്നുള്ള അനുവാദം വാങ്ങിയിട്ട് മലർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ സിദ്ധു നോക്കുന്ന സമയത്ത് ചന്ദ്രിക ഭക്ഷണം കഴിക്കുകയാണ്. അതും വാരി വലിച്ചിട്ടാണ് കഴിക്കുന്നത്. മാത്രമല്ല അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, വല്ലാത്ത വിശപ്പാ സാർ, വിശന്ന് ഉറക്കം വരെ വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വാരി വലിച്ച് ചോറ് തിന്നാണ്. സിദ്ധുവിന് വല്ലാത്ത പാവം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രിക പെട്ടെന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. അപ്പോൾ സിദ്ധു വേഗം വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. പയ്യെ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് സിദ്ധു വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. പക്ഷെ അത് കുടിച്ചതിന് ശേഷവും ചന്ദ്രിക വേഗം തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. സിദ്ധു ആണെങ്കിൽ ചന്ദ്രിക കഴിക്കുന്നത് തന്നെ നോക്കി സഹതാപത്തോടെ ഇരിക്കുകയാണ്. ചന്ദ്രിക ചുറ്റിലൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ട്. അവസാനം പ്ലേറ്റ് ഫുൾ കാലിയാക്കിയപ്പോഴേക്കും സിദ്ധു വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. എന്നാ കുടിക്ക്. അപ്പോഴാണ് ചന്ദ്രികയ്ക്ക് സമാധാനമായത്. അയ്യോ, ചന്ദ്രിക സമാധാനത്തോടെ പ്ലേറ്റ് ഒതുക്കി വെക്കുകയാണ്. അപ്പോഴാണ് മലര് വന്നിട്ട് ചോദിക്കുന്നത്, സിദ്ധു നീ ഇനി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ സിദ്ധു? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ പിന്നെ കഴിച്ചോളാം. അത് കേട്ടതും ചന്ദ്രിക ആകെ ഞെട്ടുകയാണ്. അവൾ അതിശയത്തോട് ചോദിക്കുന്നുണ്ട്, അയ്യോ സാർ ഇനിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സിദ്ധു അവളെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രിക, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, വിശക്കുന്നില്ല എന്നോ? അപ്പോൾ ചന്ദ്രിക സംശയത്തോട് ചോദിക്കുകയാണ്, ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ വിശക്കുന്നില്ല എന്ന് പറയുന്നത്? അപ്പോൾ ചന്ദ്രികയെ സമാധാനിപ്പിക്കാൻ വേണ്ടി സിദ്ധു പറയുന്നുണ്ട്, അല്ല ചന്ദ്രിക, ശരിക്ക് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നീ നല്ല വിശപ്പിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് വാരി വലിച്ച് കഴിക്കുകയായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അതുകൂടെ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ വല്ലാതാവുകയാണ്. അവളിങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശക്കുന്നൊന്നുമില്ല. ചന്ദ്രിക ആകെ വല്ലായ്മയോടെ പറയാണ്, എന്താ സാർ ഇത്, നമുക്ക് രണ്ടുപേർക്കും മാറ്റിവെച്ച ഭക്ഷണമാണിതെന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കഴിക്കായിരുന്നില്ലേ? അവൾ ആകെ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചന്ദ്രിക, ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളുമല്ലോ. ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, പക്ഷേ സാറ് വിശന്നിരിക്കുമ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പാടില്ലായിരുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ എന്തോ തോന്നുന്നു സാർ. അതിനൊരു കുഴപ്പമില്ല ചന്ദ്രിക, സിദ്ധു സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, സിദ്ധു നാളെ എനിക്ക് മാത്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്, എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അതിനെന്താ, വാ ഞാൻ പഠിപ്പിച്ചു തരാം. അത് കേട്ടതും ചന്ദ്രിക മലറിനോട് പറയാണ്, മലർ സിദ്ധു സാർ ഭക്ഷണം കഴിക്കാതെയാണ് നിൽക്കുന്നത്, അദ്ദേഹം പോയി ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം നിന്നെ പഠിപ്പിച്ചു തരും. എന്നിട്ട് സിദ്ധുവിനോടായിട്ട് പറയാണ്, സാർ ആദ്യം പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വാ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക അത് ഞാൻ നോക്കിക്കോളാം, നീ ആദ്യം നിൻ്റെ ജോലി ചെയ്തോളൂ. അതുകൂടെ കേട്ട സമയത്ത് പിന്നെ ചന്ദ്രിക വേഗം തന്നെ അവൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. മലരാണെങ്കിൽ സിദ്ധുവിൻ്റെ അടുത്തിരുന്നിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ചന്ദ്രിക അവളുടെ ജോലിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ധു മലറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക മെഷീൻ്റെ അടുത്ത് എത്തിയ സമയത്ത് വീണ്ടും നോക്കുമ്പോൾ സിദ്ധുവിൻ്റെ അടുത്ത് കൂളായിട്ടാണ് മലരിരുന്ന് പഠിക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായ സമയത്ത് വീണ്ടും അവരുടെ വർക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ മെഷീനിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രികയുടെ അടുത്ത സീറ്റിലായിട്ട് ഇരിക്കുന്ന ആ ഒരു സ്ത്രീ പെട്ടെന്ന് തലകറങ്ങി അപസ്മാരം പോലെ നിലത്തേക്ക് വീഴുകയാണ്. ചന്ദ്രിക അടക്കം എല്ലാവരും ആ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ അപസ്മാരം കൊണ്ട് ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക വേഗം തന്നെ അവരുടെ ബാഗ് എടുത്തിട്ട് അതിൽ നിന്ന് മെഡിസിൻ എടുത്തിട്ട് അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് വേഗം വെള്ളം എടുത്ത് തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചിയുടെ മുഖത്ത് വെള്ളം തെളിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാനും കൊടുക്കുകയാണ്. ആ മെഡിസിൻ കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷമാണ് അവരുടെ അപസ്മാരം നിന്നത്. അവർ വയ്യാതെ മെല്ലെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ട്.
അവരൊന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ ചന്ദ്രികയും സിദ്ധുവൊക്കെ പറയുന്നുണ്ട്, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ, മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരിയാവുന്നതാണ്, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ജോലി ചെയ്തോളാം. അത് കേട്ട സമയത്ത് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എല്ലാവർക്കും ആ ഒരു ചേച്ചിയുടെ അവസ്ഥയിൽ വിഷമം ഉണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രിക സങ്കടത്തോടെ എല്ലാവരോടായിട്ട് പറയാണ്, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ജീവൻ കൊടുത്തിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഞാൻ എന്താ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്ന് പോലും എനിക്കറിയില്ല. അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ സ്വത്ത് എന്താന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഒരുമിപ്പിച്ചു എന്നുള്ളതാണ്. അത് കേട്ടതും മഹേന്ദ്രൻ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നിറഞ്ഞ കണ്ണുകളോട് പറയുന്നുണ്ട്, ഇത്രയും സത്യസന്ധരായ ആളുകളെ ഈ ലോകത്തിൽ ആർക്കും കിട്ടില്ല. ആ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ അച്ഛൻ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. സത്യസന്ധരായ ഒരുപാട് മനുഷ്യന്മാരെ അച്ഛൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. സാധാരണയായി ഒരാൾക്ക് പ്രശ്നം വന്നു എന്നറിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളും കൂടെ കൈയൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. നമ്മുടെ കഷ്ടത്തെ അവരുടെ കഷ്ടമായിട്ട് കണ്ടിട്ട് നമുക്കൊപ്പം ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യുകയാണ്. സത്യസന്ധമായ ഇവരുടെ ഈ ത്യാഗത്തിന് മുന്നിൽ കൊടുക്കാൻ ഒന്നുമില്ല. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണെന്ന് സിദ്ധു ഉൾപ്പെടെ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം വർക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും സിദ്ധാർത്ഥും ചേർന്ന് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം അവർക്ക് തയ്ക്കാനുള്ളതൊക്കെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്കുകൾ ചന്ദ്രിക എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്രനാണെങ്കിലും കണക്ക് കൂടെ കൂട്ടിക്കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മനോഹരൻ അവിടെ ജനലിൻ്റെ സൈഡിൽ വന്ന് നിന്ന് നോക്കുകയാണ്. അപ്പോൾ അയാൾ തന്നെ ഇങ്ങനെ അതിശയിച്ച് പോവാണ് പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കണ്ടപ്പോൾ. ഇതെന്താ, ഇവരുടെ വർക്കൊക്കെ പൂർത്തിയായോ? ഇവർ പാക്കിംഗ് ഒക്കെ നടത്തുകയാണല്ലോ. ജോലി നിന്നു പോകുമെന്നാണ് വിചാരിച്ചത്. വെറും 5 പേരെ മാത്രം വെച്ച് ഇവരിത് പൂർത്തിയാക്കിയോ? അയാൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അയാൾ സ്വയം ചിന്തിക്കുകയാണ്, ഇനി ഞങ്ങൾ കണക്കൂട്ടിയതാണോ തെറ്റുപറ്റിയത്? ഓരോ പ്രാവശ്യവും മേഘമോളുടെ അടുത്ത് പോയിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരിത് പൂർത്തിയാക്കിയതുപോലെയാണല്ലോ തോന്നുന്നത്. ഇനി ഇത് പോയിട്ട് മേഘമോളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടായിരിക്കുമല്ലോ ദൈവമേ ദേഷ്യപ്പെടുക. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ഇത് മേഘമോളോട് പറഞ്ഞേ പറ്റൂ. അയാൾ വേഗം തന്നെ അവിടെ നിന്ന് മാറി നിന്നിട്ട് മേഘയെ കോൾ ചെയ്യാണ്. അതേസമയം ഇതൊന്നും അറിയാതെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും സിദ്ധുവൊക്കെ. ആ സമയത്ത് മനോഹരൻ പോയിട്ട് മേഘയെ വിളിച്ചിട്ട് പറയാണ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. പറയാം അങ്കിൾ, മേഘ പറയുന്നുണ്ട്. ചന്ദ്രികയുടെ കമ്പനിയിൽ ജോലിയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയൊക്കെ നമ്മൾ അധിക ശമ്പളവും കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയത്. പക്ഷേ ഉള്ള 5 ആളുകളെയും വെച്ച് അവർ ജോലി പൂർത്തിയാക്കി മോളെ. അത് കേട്ടതും മേഘ ആകെ പതറുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ അങ്കിൾ ഈ പറയുന്നത്? ചന്ദ്രികയെ കൊണ്ട് എങ്ങനെയാ ഇത്രയും കുറഞ്ഞ ആളുകളെ വെച്ചിട്ട് അത്രയും വലിയൊരു ജോലി ചെയ്തു തീർക്കാനായത്? അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചന്ദ്രിക മാത്രമല്ല മോളെ, ആ 5 സ്റ്റാഫിൻ്റെ കൂടെ മഹേന്ദ്രനും ലക്ഷ്മിയും അതുപോലെ സിദ്ധാർത്ഥും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ജോലി തീർത്തത്. അത് കേട്ടതും മേഘ ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ എന്തോ അവർ പറഞ്ഞ തീയതിക്കുള്ളിൽ പറഞ്ഞ ജോലി കംപ്ലീറ്റ് ആക്കും എന്ന് തോന്നുന്നു. മേഘയ്ക്ക് അത് കേട്ടതും ദേഷ്യം വരുന്നുണ്ട്. ഇല്ല അങ്കിൾ, ഇത് നടക്കാൻ വിടരുത്. ചന്ദ്രികയെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിനകം നമ്മൾ ഡെലിവറി നടത്തിക്കരുത്. ഇപ്പോൾ എന്താ ചെയ്യാം മോളെ? അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മേഘ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ട്, നിങ്ങൾ നേരിട്ട് വാ. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം മോളെ. അയാൾ കോള് കട്ട് ചെയ്യാണ്. മേഘ നല്ല അസ്വസ്ഥയായിട്ടാണുള്ളത്. അതേസമയം ചന്ദ്രികയുടെ ഷോപ്പിലേക്ക് ആ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടതും ചന്ദ്രിക നന്നായിട്ട് തന്നെ സ്വീകരിക്കുകയാണ്. ജോലിയൊക്കെ പൂർത്തിയായോ മോളെ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടെ പറയാണ്, വർക്കൊക്കെ നന്നായിട്ട് കഴിഞ്ഞു സർ. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ചിട്ടിരിക്കുന്ന മോഡൽസൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സർ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ നാളെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിരിക്കുന്ന ഡിസൈൻസൊക്കെ നോക്കിയിട്ട് പറയാണ്, കുഴപ്പമില്ല മോളെ, ഞാൻ കൂടെ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷേ തീർച്ചയായിട്ടും നീ ഒരു നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. ഇത്രയും കുറഞ്ഞ ആളുകളെ വെച്ച് ഇത്രയും വലിയൊരു ഓർഡർ നീ ചെയ്തു തീർത്തു. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥിനും ലക്ഷ്മിക്കും മഹേന്ദ്രനൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രികയോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു മോളെ. അത് കേട്ടതും മഹേന്ദ്രനും അഭിമാനത്തോടെ പറയാണ്, ചന്ദ്രിക നല്ല കഠിനാധ്വാനിയാണ് സർ. അവൾ എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യും. അത് കേട്ടതും ചന്ദ്രികയ്ക്കും അച്ഛൻ തന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ട് അഭിമാനം തോന്നുന്നുണ്ട്. അദ്ദേഹം ഫ്രോക്കും ബ്ലൗസും അതുപോലെ ഷർട്ടൊക്കെയുള്ള ഓരോരോ ഡിസൈൻസുകൾ നിവർത്തി നോക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രികയെ പുകഴ്ത്താനും മറന്നില്ല. ഇതൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്, ഇതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിച്ച് വന്ന് വാങ്ങിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുകഴ്ത്തൽ കൂടെ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്കും മഹേന്ദ്രനും ലക്ഷ്മിക്കും സിദ്ധാർത്ഥിനൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രികയോട് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്.
അവരെല്ലാവരും ധൃതിയിൽ പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേഘ ഇങ്ങനെ അസ്വസ്ഥതയോടെ ക്യാബിനിൽ കൂടെ നടക്കുന്നുണ്ട്. എല്ലാ ഡ്രസ്സും പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തയ്ച്ചു വെച്ച് കഴിഞ്ഞു. ഇനി ഡെലിവറി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അത് നടക്കില്ല. നീ കഷ്ടപ്പെട്ട് തയ്ച്ചുണ്ടാക്കിയ ഡ്രസ്സുകളൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? മേഘ ഇങ്ങനെ ഡിസ്റ്റർബ്ഡായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും മനോഹരൻ ക്യാബിനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ മേഘ പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് മേഘ പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം അവളുടെ മനസ്സിലുള്ള പ്ലാൻ മനോഹരനോട് പറയാണ്. അത് കേട്ടപ്പോൾ മനോഹരന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇതൊരു നല്ല പ്ലാനാണ്, എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എന്നെ കോൾ ചെയ്യ്, മേഘ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. മനോഹരൻ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനുള്ള പദ്ധതിയായിട്ട് പോകുന്നുണ്ട്. പിന്നീട് അയാൾ രാത്രി ആയ സമയത്ത് ചന്ദ്രികയുടെ കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കമ്പനിയിൽ ആരും വർക്കില്ല, അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ അവധിയിൽ പോയതാണ്. ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. പക്ഷേ വാച്ച്മാൻ അവിടെ പുറത്തിരുന്ന് ഉറങ്ങുകയാണ്. അയാൾ വാച്ച്മാൻ കാണുമെന്ന് പേടിച്ച് കയ്യിലൊരു കവറുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രികയുടെ കമ്പനിയുടെ അടുത്തെത്തിയ സമയത്ത് ആ ഒരു ഭാഗത്തുള്ള ജനൽ വലിച്ച് തുറക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ആ കവറിനകത്ത് ഒരു എലിപ്പെട്ടിയിൽ എലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് അയാളിങ്ങനെ സ്വയം പറയുന്നുണ്ട്, പറഞ്ഞ പ്രകാരം 5000 ഡ്രസ്സും തയ്ച്ചു വെച്ചല്ലേ, ഇതെങ്ങനെയാണ് ഡെലിവറി ചെയ്യാമെന്ന് ഞാനൊന്ന് കാണട്ടെ, വാട കുട്ടാ എന്ന് പറഞ്ഞിട്ട് എലിയുടെ പെട്ടി എടുത്തതിന് ശേഷം ആ പെട്ടി തുറന്നിട്ട് എലിയെ പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് പോയിട്ട് ജോലി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എലിയോട് പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ തിരിച്ച് സമാധാനത്തോടെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴും വാച്ച്മാൻ അതേപോലെ തന്നെ ഉറങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് മനോഹരൻ പറയുന്നുണ്ട്, ഇതുപോലുള്ള വാച്ച്മാൻമാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് അയാൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് നേരം പുലർന്നപ്പോഴേക്കും ചന്ദ്രികയും മഹേന്ദ്രനും സിദ്ധാർത്ഥും ഒക്കെ കമ്പനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയെ കണ്ട സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണ്, എങ്കിൽ പിന്നെ നമുക്ക് ഡെലിവറി ചെയ്താലോ. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഇല്ല സർ, രാമചന്ദ്രൻ സാറ് വരട്ടെ, അദ്ദേഹം കണ്ടതിന് ശേഷം നമുക്ക് ഡെലിവറി ചെയ്യാം. അദ്ദേഹം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഡെലിവറിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പോഴേക്കും രാമചന്ദ്രൻ സാറും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ എന്ന്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഒക്കെ റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്, സാറ് കണ്ടതിന് ശേഷം ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. ശരി മോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയിട്ട് ആ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെട്ടി എടുത്തിട്ട് തുറക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡ്രസ്സൊക്കെ എടുത്ത സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഡ്രസ്സ് എടുത്തിട്ട് അദ്ദേഹം നിവർത്തിയ സമയത്ത് ശരിക്കും ചന്ദ്രികയും അതുപോലെ തന്നെ രാമേന്ദ്ര സാറും സിദ്ധാർത്ഥും മഹേന്ദ്രൻ ലക്ഷ്മിയും ഒക്കെ ഷോക്ക് ആവുകയാണ്. കാരണം ആ ഡ്രസ്സ് എലി കരണ്ടിട്ടാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രിക ആകെ ഷോക്കായിട്ട് അച്ഛാ എന്ന് വിളിച്ചു പോകുന്നുണ്ട്. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇത്, എലി കരണ്ടിട്ടാണല്ലോ ഉള്ളത്. ചന്ദ്രികയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചുപോലും ശ്രദ്ധ വെച്ചില്ലേ. മഹേന്ദ്രൻ ആകെ ഷോക്കായിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്താ മോളെ ചന്ദ്രിക ഇത് ഡ്രസ്സ് മുഴുവൻ ഇങ്ങനെ എലി കരണ്ടിട്ടാണുള്ളത്, എന്താ ചെയ്യുക. ലക്ഷ്മിയും ഓരോ പെട്ടി നോക്കുന്ന സമയത്ത് ആ പെട്ടിയുടെ അടിയിലൊക്കെ എലി കരണ്ടിട്ടാണുള്ളത്. അവരും പൊട്ടി കരയാണ്. രാത്രി രാവിലെ ആക്കിയിട്ട് പകലാക്കിയിട്ട് ചെയ്ത ജോലിയാണ്, അതൊക്കെ വെറുതെ ആയല്ലോ എന്നൊക്കെ അവരിങ്ങനെ പുലമ്പിക്കൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രനും അതുപോലെ തന്നെ ആ ഒരു റെഡിമെയ്ഡ് ഓണർക്കും ഒക്കെ സങ്കടമാവുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്. അവൾക്കൊന്നും പറയാനും പറ്റുന്നില്ല, കരച്ചിലാണ് കണ്ണിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ സിദ്ധു വേഗം തന്നെ പോയിട്ട് ഓരോരോ പെട്ടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചില പെട്ടികൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊക്കെ എലിക്കാരൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിലും ചില പെട്ടികളിലൊക്കെ ഡ്രസ്സ് എലിക്കാരൻ്റെതായിരുന്നില്ല. അപ്പോൾ രാമചന്ദ്രൻ ചന്ദ്രികയോട് പറയാണ്, എന്താ മോളെ ചെയ്യുക, നാളെ ഇപ്പോൾ ഷോപ്പ് തുറക്കുകയും ചെയ്യേണ്ടതല്ലേ. അപ്പോൾ മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇത്രയും ആളുകളുടെ അധ്വാനം വെറുതെ പോയല്ലോ ദൈവമേ. ചന്ദ്രികയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. സിദ്ധു ആ പെട്ടികളൊക്കെ തുറന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹത്തോടായിട്ട് പറയുന്നുണ്ട്, സർ, എല്ലാ പെട്ടികളിലുള്ള ഡ്രസ്സുകളും എലി കരണ്ടിട്ടില്ല, നല്ല ഡ്രസ്സുകളും ഉണ്ട്. എലി കീറി മുറിക്കാത്ത തുണികളെല്ലാം വീണ്ടും പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഡെലിവറി ചെയ്യാം സർ. എലി കരണ്ട ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യും സർ. അതിനുള്ള ആവശ്യമുള്ള തുണികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലേ അങ്കിൾ എന്ന് മഹേന്ദ്രനോട് ചോദിക്കും. മഹേന്ദ്രനും പറയുന്നുണ്ട്, ആ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ രാമേന്ദ്രൻ മുതലാളി പറയുന്നുണ്ട്, പക്ഷേ ദിവസം ഇല്ലല്ലോ മോനെ, ഇനി വളരെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഡ്രസ്സുകൾ നിങ്ങൾ എങ്ങനെയാണ് തയ്ക്കുക. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, സർ നാളെ നിങ്ങൾ കട തുറക്കുമ്പോഴേക്കും ഈ ഡ്രസ്സുകളൊക്കെ ആ കടയിൽ ഉണ്ടായിരിക്കും, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സർ, ഞങ്ങളെ വിശ്വസിക്കൂ സർ, പ്ലീസ് സർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണീര് തുടച്ചുകൊണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, പക്ഷേ സിദ്ധു സർ, നാളെ രാവിലെ ആവുമ്പോഴേക്കും നമ്മളെ കൊണ്ട് അത് സാധിക്കുമോ സർ. അപ്പോൾ സിദ്ധാർത്ഥ ചന്ദ്രികയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് പറയാണ്, നമ്മളെ കൊണ്ട് സാധിക്കും ചന്ദ്രിക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതല്ലേ, രാവ് പകലോളം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഈ ജോലി എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കും സർ, പ്ലീസ് സർ. സിദ്ധു വീണ്ടും അദ്ദേഹത്തോട് യാചിക്കുകയാണ്.
അവരുടെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് നമുക്ക് കാണാം. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.